അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ മഹത്തായ വിശുദ്ധ ഖുർആന്റെ ഈ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. സൂറത്ത് യാസീൻ 14 ആയത്ത് വരെയാണ് ഓതിയത്. ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിലായിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസം നാം പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എത്ര സമയം പിടിച്ചാലും എത്ര ദിവസം പിടിച്ചാലും വളരെ കുറഞ്ഞ ആയത്തുകളിലൂടെ നമുക്ക് ഓതുന്നത് വളരെ ക്ലിയറായി കഴിവിൻ്റെ പരമാവധി മനോഹരമായിട്ട് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഖത്മെങ്കിലും തീർക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അത് വലിയ ഒരു മുതൽക്കൂട്ടാകും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ് യാസീൻ പൂർണ്ണമാകുന്നതിന് മുമ്പ് തന്നെ നമുക്കതിൻ്റെ ഒരു ആരംഭം കുറിക്കണം. തുടക്കം കുറിക്കുകയും തുടക്കം മുതൽ വളരെ കുറഞ്ഞ ആയത്തുകളിലൂടെ നമുക്ക് ഓരോ ആയത്തുകളും വളരെ വിശദമായിട്ട് തന്നെ മനസ്സിലാക്കി നമുക്കത് പാരായണം ചെയ്യാൻ നമ്മളൊക്കെ സജ്ജരാകണം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ വിശുദ്ധ ഖുർആൻ പാരായണം പഠിക്കണം എന്ന ആഗ്രഹത്തോടു കൂടെയാണ് നമ്മുടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇനി ചെയ്യാൻ ബാക്കിയുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതായ അതിൻ്റെ ഒരു ബട്ടൺ ഉണ്ടാവും, സബ്സ്ക്രൈബ് എന്നുള്ള എഴുതിയിട്ടുള്ള ആ ഒരു ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, അറിയാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളോടൊക്കെ ഒന്ന് ചോദിക്കുക. കാരണം എന്താ, നമ്മൾ അയക്കുന്ന വീഡിയോകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അത് അതിൻ്റെ മെസ്സേജായിട്ട് നിങ്ങളെ ഫോണിലേക്ക് വരണമെങ്കിൽ അത് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ അത് ഓൺ ചെയ്യാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഓണാക്കി വെക്കുക. അതിൻ്റെ ഒരു ബെല്ലൈക്കണൊക്കെ ഉണ്ട്, അതൊക്കെ എന്ത് ചെയ്യാവുന്ന കുട്ടികളോട് ചോദിച്ച് അത് ഓണാക്കി വെക്കാൻ വേണ്ടി പറയാം ഇൻഷാ അല്ലാഹ്. വീഡിയോ കാണുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, ഫുൾ സ്ക്രീനിൽ കാണുക, മുഴുവനായിട്ടുള്ള ആ സ്ക്രീൻ കാണുക. അപ്പോൾ ഒന്നും കൂടി വലിയ അക്ഷരത്തിലായിട്ട് നമുക്ക് കാണുകയും അതുപോലെ തന്നെ കാണുന്ന ആളുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യും ഒക്കെ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ 15-ാമത്തെ ആയത്താണ് ഓതാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് ഓതുന്ന അക്ഷരങ്ങളൊക്കെ വളരെ കഴിവിൻ്റെ പരമാവധി ക്ലിയർ ആക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കുക. എന്നിട്ട് മനോഹരമായിട്ട് വളരെ സാവകാശം സമയമെടുത്തുകൊണ്ട് പാരായണം ചെയ്യുക. നല്ല ശുദ്ധിയോടുകൂടെ നല്ല ഒരു സമയത്ത് തന്നെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴെങ്കിലും ഏതെങ്കിലും നിലക്ക് കേൾക്കുക. എല്ലാം പഠിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെയാണെങ്കിൽ, കേൾക്കുക എന്ന ഉദ്ദേശമാണെങ്കിൽ അത് ഏത് സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട സമയങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാവുന്ന കേൾക്കാം. പഠിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ ആകുമ്പോൾ അത് നമ്മൾ കേട്ടത് കൊണ്ട് ചിലപ്പോൾ അത് മനസ്സിലാവില്ല. നല്ല ഉദ്ദേശത്തോടുകൂടെ മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടെ നല്ല നിയത്തോടുകൂടെ മൊബൈലിലേക്ക് അതുപോലെ തന്നെ ഖുർആനിലേക്കൊക്കെ നോക്കിയിട്ട് ക്ലാസ് കേൾക്കുമ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് മൊബൈലിലേക്ക് നോക്കുക. ഇനി ഖുർആനിലേക്ക് നോക്കിയാലും കുഴപ്പമൊന്നുമില്ല. രണ്ടിലേക്ക് മൊബൈലിലും അതുപോലെ തന്നെ ഖുർആനിലും കൂടി നോക്കുമ്പോൾ ഒന്നുകൂടി വ്യക്തമാകും. അപ്പം എന്ത് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോരുത്തരെ സ്ഥിതി അനുസരിച്ച് ഓരോരുത്തർ കേൾക്കുക ഇൻഷാ അല്ലാഹ്. ചില ആളുകൾ നമ്മുടെ ഈ ക്ലാസ് കേൾക്കുകയും അതുപോലെ തന്നെ പഴയ ലിപിയിലൊക്കെ നോക്കിയിട്ട് പൊന്നാനി മുസാഫിലൊക്കെ എന്ത് ചെയ്യും, ആ ഒരു ഖുർആനൊക്കെ നോക്കിയിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും വേണ്ടില്ല, അവനവൻ്റെ സൗകര്യം അനുസരിച്ച് ഓത്ത് കേൾക്കുക, പഠിക്കുക. അല്ലാഹു തആല നമുക്ക് വളരെ മനോഹരമായിട്ട് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയുകയാണ്. നമ്മുടെ വീഡിയോൻ്റെ താഴെ ചെറിയ മുസല്ല പോലത്തെ അല്ലെങ്കിൽ ഖുർആൻ സ്റ്റാൻഡ് പോലത്തെ വസ്തുക്കളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് തൽക്കാലം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തെന്ന് മാത്രം. നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങളൊക്കെ പ്രവർത്തിക്കുന്നവരാണ് ഇൻഷാ അല്ലാഹ്. സാധാരണ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, അതിലൂടെ ആ ഒരു ലിങ്ക് വഴി ഒന്ന് വാങ്ങുകയാണെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ വളർച്ചക്കൊക്കെ സഹായകരമാകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ മെൻഷൻ ചെയ്ത പ്രോഡക്റ്റ് തന്നെ ആവണമെന്നില്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഏത് സാധാരണ വാങ്ങുന്ന ആളുകൾ എന്ത് ചെയ്യുക, ഈ ഒരു ലിങ്ക് വഴി വന്ന് വാങ്ങുകയാണെങ്കിൽ അത് വലിയൊരു സഹായകരമാകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല നമ്മളൊക്കെ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു ചെറിയ നബിദിനുമായി ബന്ധപ്പെട്ട് റബീഉൽ അവ്വൽ കഴിയാനായി. ഏതായാലും ഇൻഷാ അല്ലാഹ് ചെറിയ ഒരു കോമ്പറ്റീഷൻ നമുക്കൊക്കെ നടത്തണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്വിസ് മത്സരം കോമ്പറ്റീഷൻ നടത്തിയതുപോലെ ഇനിയുള്ള ഓരോ കോമ്പറ്റീഷനും ഓരോ മാസത്തിൻ്റെ ഓരോ സമയത്തായിട്ട് നമുക്ക് ചെറിയ ചെറിയ കോമ്പറ്റീഷനായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആവേശം
ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാഹു തആല അതിനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രധാനമായിട്ടും നമ്മുടെ ലക്ഷ്യം വിശുദ്ധ ഖുർആൻ പാരായണം പഠിക്കുക എന്നുള്ളതാണ്. അതിന്റെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു ആവേശം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഇൻഷാ അല്ലാഹ് 15-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ വമാ أنزل الرحمن من شيء إن أنتم إلا تكذبون. قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. وليمسنكم منا عذاب أليم. 15-ാമത്തെ ആയത്താണ്. قالوا ما أنتم. അതിൻ്റെ ഇടയിൽ ഒരു അലിഫ് കണ്ടില്ലേ? അത് ബസ്രിന്റെ അംശമൊന്നുമല്ല, അത് അങ്ങനെ ഒരു അലിഫാണ് അല്ലേ? അത് സാധാരണ എഴുതുമ്പോൾ ഉണ്ടാകുന്നതാണ്. ആ അലിഫ് ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. അതിന് മേലൊരു 0 മാർക്ക് കണ്ടില്ലേ? ആ ഒരു ചിഹ്നം അത് ഉച്ചരിക്കുകയില്ല എന്നുള്ളതാണ്. قالوا ما أنتم ما അവിടെ മദ് കണ്ടില്ലേ? മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിൽ മാ അൻതും എന്നുള്ള രണ്ടും വ്യത്യസ്ത വാക്കുകളാണ്. അപ്പോ വ്യത്യസ്ത മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിലാണ് ഹംസ വന്നതെങ്കിൽ അൻതും അവിടെ ഹംസ വന്നല്ലോ, അതിന് മദ് മുൻഫസിൽ എന്ന് പറയും. മാ അൻതും നൂന് സുക്കൂനുള്ള നൂനാണ്. സുക്കൂൻ ഇല്ലെങ്കിലും സുക്കൂനാണ്. സുക്കൂൻ ഒന്നുമില്ലെങ്കിൽ പിന്നെ സുക്കൂനാണെന്നോ അല്ലേ? അപ്പോ സുക്കൂനുള്ള നൂനിന്റെ ശേഷം ത വന്നു. ഇഖ്ഫാന്റെ അക്ഷരമാണ്. ഇഖ്ഫാന്റെ അക്ഷരം പ്രത്യേകിച്ച് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. കാണാതെ പഠിച്ചാൽ ഒന്നുകൂടി നന്നാവും. അപ്പോ ബാക്കിയുള്ള അക്ഷരങ്ങൾ നമുക്ക് ഓർമ്മയിൽ ഉണ്ടായാൽ മതി. സുക്കൂനുള്ള നൂനിന്റെയോ തെൻവീനിന്റെയോ ശേഷം ബ വന്നാൽ ഇഖ്ലാബാണ്. നൂനിനെ മറിച്ച് മീമാക്കി കൊടുക്കേണ്ട സ്ഥലമാണ്. അതുപോലെ തന്നെ സുക്കൂനുള്ള നൂനിന്റെയോ തെൻവീനിന്റെയോ ശേഷം ലാമോ റോ വന്നാൽ ഇദ്ഗാമു ബിലാ ഉന്നിയാണ്. മണിക്കാതെ കൂട്ടി യോജിപ്പിക്കേണ്ട സ്ഥലമാണ്. ഒന്നും ചെയ്യേണ്ട, നേരെ കൂട്ടി യോജിപ്പിക്കുക ലാമിലേക്ക് അല്ലെങ്കിൽ റോയിലേക്ക്. ഇപ്പൊ 3 അക്ഷരമായി. അതുപോലെ തന്നെ സുക്കൂനുള്ള നൂനിന്റെയോ തെൻവീനിന്റെയോ ശേഷം നൗമി, നൂന്, വാവ്, മീമ്, യാ എന്നീ അക്ഷരങ്ങൾ വന്നാൽ മണിച്ചിട്ട് കൂട്ടി യോജിപ്പിക്കുക അല്ലെ? കൂട്ടി യോജിപ്പിച്ച് മണിക്കുക, നേരെ കൂട്ടി യോജിപ്പിക്കുക എന്നിട്ട് മണിക്കുക. അതിനാണ് ഇദ്ഗാമു ബിഗുന്ന. നൗമി, നൂന്, വാവ്, മീമ്, യാ. അപ്പൊ 7 അക്ഷരങ്ങളായി. ബാക്കി വരുന്നതിൽ 6 അക്ഷരങ്ങൾ ഇൽഹാറിന്റെ അക്ഷരമാണ്. സുക്കൂനുള്ള നൂനിന്റെയോ തെൻവീനിന്റെയോ ശേഷം ഹംസ, ഹ, ഹ, ഖ, ഐന്, ഖൈന് ഈ 6 അക്ഷരങ്ങൾ വന്നാൽ അവിടെ നൂനിനെ തെൻവീനിനെ വെളിവാക്കി വ്യക്തമാക്കി പറയേണ്ടതാണ്. അപ്പൊ 7ഉം 6ഉം 13ആയി. ബാക്കിയുള്ള 28 അക്ഷരമാണുള്ളത്. 28 അക്ഷരത്തിൽ നിന്ന് 13 പോയാൽ എന്താണ് ബാക്കി? 15 അക്ഷരമാണ്. ബാക്കിയുള്ള മുഴുവൻ അറബി അക്ഷരങ്ങളും ഇഖ്ഫാന്റെ അക്ഷരങ്ങളാണ്.
അപ്പോ ബ പറഞ്ഞു, ലാമ് പറഞ്ഞു, റാ പറഞ്ഞു, നൗമി, നൂന്, വാവ്, മീമ്, യാ, ഹംസ, ഹ, ഐന്, ഗൈന്. ഈ 13 അക്ഷരമല്ലാത്ത ബാക്കിയുള്ള അക്ഷരങ്ങൾ ഏത് വന്നാൽ അപ്പോ അൻതും അവിടെ എന്താണ്? നൂനിന്റെ ശേഷം ത ആണ് ഈ പറയപ്പെട്ട 13 അക്ഷരത്തിൽ പെടാത്ത അക്ഷരമാണ് ത അല്ലേ? അപ്പോ ഇഖ്ഫാ ചെയ്യണം. മാ അൻതും മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ. മാ അൻതും സുക്കൂനുള്ള മീമ് വന്നു അല്ലേ? മീമിന്റെ ശേഷം ബഉം അതുപോലെ തന്നെ മീമും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും മീമിനെ വ്യക്തമാക്കി പറയേണ്ട സ്ഥലമാണ്. മീമിനെ എല്ലാ സ്ഥലത്തും വ്യക്തമാക്കി പറയണം. എവിടെ ഒഴികെ ബഇന്റെയും മീമിന്റെയും സ്ഥലത്തല്ലാത്ത ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും മീമിനെ വ്യക്തമാക്കി അൻതും മീമിന് സുക്കൂൻ കൊടുത്ത് വ്യക്തമാക്കി പറയുക. മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ. ബശറും മിസ്ലുനാ. ബശറും മിസ്ലുനാ. തൻവീന് വന്നു. തൻവീന്റെ ശേഷം മീമ് വന്നു. നേരത്തെ പറഞ്ഞു നൗമി, നൂന്, വാവ്, മീമ്, യാ. എന്ത് ചെയ്യണം? കൂട്ടി യോജിപ്പിക്കുക. ബശറുൻ എന്നാണുള്ളത്. റുൻ എന്ന് പറയാതെ ബശറുമ്മി. ബശറുമ്മി മണിക്കുകയും ചെയ്യുക. ബശറും മിസ്ലുനാ. വമാ അൻസല റഹ്മാൻ. വമാ അൻസല റഹ്മാൻ. മദ് വന്നു അല്ലെ? മദ്ദക്ഷരം വന്നു. മദ്ദക്ഷരം വന്നു. നീട്ടാനുള്ള അക്ഷരമാണ് മദ്ദക്ഷരം എന്ന് പറയാം. നീട്ടാനുള്ള അക്ഷരങ്ങൾ 3 എണ്ണമാണ്. അലിഫ്, യാ, വാവ്. അലിഫ്, യാ, വാവ് ഇതാണ് നീട്ടാനുള്ള അക്ഷരം. മീ, മൂ നീട്ടാനുള്ള അക്ഷരങ്ങൾ വന്നു. അപ്പോ നീട്ടാനുള്ള അക്ഷരത്തിന്റെ ശേഷം അടുത്ത വാക്കിലാണ് ഹംസ വന്നത്. എവിടെ? അൻസല റഹ്മാൻ. അപ്പോ മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിൽ മദ് മുൻഫസിൽ. വമാ അൻസല റഹ്മാനു മിൻ ശൈഇൻ ഇൻ അൻതും മിൻ ശൈഇൻ മിൻ ശൈഇ. ഇവിടെ നൂന് വന്നു. നൂന് സുക്കൂനാണ്. സുക്കൂനുള്ള നൂനിന്റെ ശേഷം ഷീന് വന്നു. ഇഖ്ഫാഇന്റെ അക്ഷരമാണ്. ഈ പറയപ്പെട്ട 13 അക്ഷരത്തിൽ പെടാത്ത അക്ഷരമാണ്. അപ്പോൾ ഇഖ്ഫാ ചെയ്യണം. ഇഖ്ഫാ ചെയ്യാന്ന് പറഞ്ഞാൽ മിൻ ഷൈഇൻ എന്നല്ല. മിൻ എന്ന് പറഞ്ഞാൽ നൂന് വെളിവാക്കാതെ ഒഴിവാക്കുകയും ചെയ്യാതെ രണ്ടിന്റെ ഇടയിലായിട്ട് മിൻ എന്ന് പറയാതെ മിഷ എന്ന് ഒഴിവാക്കിയിട്ടും പറയാതെ മിം എന്നല്ല, മിം മീം എന്നല്ല. മിൻ ശൈഇൻ ഇൻ അൻതും മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ. قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون. قالوا ربنا يعلم إنا إليكم لمرسلون. قالوا ربنا يعلم إنا إليكم لمرسلون. إنا إليكم മദ്ദുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിലാണ് ഹംസ വന്നത്. മദ് മുൻഫസിലാണ്. ഇലൈക്കും ലമുർസലൂൻ.
വഖഫ് ചെയ്യുമ്പോൾ മദ് ആരിൽ വരുന്നു, പുതിയ ഒരു മദ് രൂപപ്പെടുന്നു. ലമുർസലൂന എന്നാണ് ഉള്ളത്. അവിടെ വഖഫ് ചെയ്യുമ്പോൾ നൂനിന് സുക്കൂൻ കൊടുക്കുന്നു. സുക്കൂൻ കൊടുക്കുമ്പോൾ തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ അല്പം നീട്ടിയിട്ടാണ് ആ പദത്തെ ഉച്ചരിക്കേണ്ടത്. ലമുർസലൂൻ വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ വമാ അലൈനാ ഇല്ലൽ وما علينا إلا البلاغ المبين ബലാഗുൽ മുബീൻ. വഖഫ് ചെയ്തു. നൂനിന്റെ സുക്കൂന തൊട്ട് മുമ്പുള്ള യാ ആണ്, നീട്ടാനുള്ള യാ ആണ്. മദ് ആരിൽ വരുന്നു. മുബീൻ വമാ അലൈനാ ഇല്ലൽ കൂട്ടി വായിക്കേണ്ട രൂപം ഇല്ലൽ ബലാഗുൽ മുബീൻ. ഖാലൂ ഇന്നാ തതയ്യർനാ ബികും. ഖാലൂ മദ്ദക്ഷരം വന്നു അല്ലേ? അടുത്ത വാക്ക് എന്താണ്? മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിലാണ് ഹംസ വന്നത്. കൂടുതൽ നീട്ടേണ്ട മുൻഫസിലായി മദ് വരുന്നു. ഖാലൂ ഇന്നാ തതയ്യർനാ തതയ്യർനാ ബികും ഇന്നാ തതയ്യർനാ ബികും ലഇല്ല സുക്കൂനുള്ള നൂന് വന്നു. നൂനിന്റെ ശേഷം ലാമ് വന്നു. നേരത്തെ പറഞ്ഞ ലാമോ റാ വന്നാൽ നേരെ നൂനിനെ ലാമിലേക്ക് കൊടുത്ത് കൂട്ടി യോജിപ്പിക്കുന്നു, മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുന്നു. ഈ നൂനിനെ ലാമിലേക്ക് കൊടുത്തു. ലാമിന് കൊടുത്തപ്പോൾ ലാമിന് ശബ്ദ വന്നു. അപ്പോ കട്ടി കൊടുത്ത് ഉച്ചരിക്കുക. അപ്പൊ നൂൻ ഒഴിവാക്കി നൂന് ലാമിലേക്ക് കൊടുത്തു. പിന്നെ നൂനോട് ഉച്ചരിക്കേണ്ട ആവശ്യം വരുന്നില്ല. നൂന് ഉച്ചരിക്കരുത്. നൂനിനെ എന്ത് ചെയ്തു? ലാമിലേക്ക് കൊടുത്തു. അപ്പോഴാണ് ലാമിന് ശബ്ദ വന്നത്. ലഇല്ലം ഇങ്ങനെയാണ് മണിക്കേണ്ട ആവശ്യമില്ല. മണിക്കാതെ എന്ത് ചെയ്യാ? നേരെ കൂട്ടി യോജിപ്പിക്കുക, മണിക്കരുത്. ലഇല്ലം അങ്ങനെയാണ്. മിൻ റബ്ബിക എന്നുള്ളത് മിർ റബ്ബിക മനസ്സിലായില്ലേ? മിർ റബ്ബിക്. ലഇല്ലം നൂനേ അവിടെ ഉച്ചാരണത്തിൽ വരാനേ പാടില്ല. ലഇൻ അങ്ങനെ ആ രൂപത്തിലും വരാൻ പാടില്ല. ലഇല്ലം നൂൻ അവിടെ ഉച്ചാരണത്തിൽ അവ ഇല്ലാത്തതുപോലെ ഉച്ചരിക്കുക. ഇല്ലാത്തതുപോലെ എന്ന് പറഞ്ഞാൽ അവിടെ തീരെ ഇല്ലാന്നില്ല. ലാമിലേക്ക് കൊടുത്തപ്പം എന്ത് ചെയ്തു? ലാമിന് കട്ടി കൂടി. അപ്പൊ നൂന് അവിടെ നൂനിന്റെ ഉച്ചാരണ ശബ്ദം അവിടെ വരരുത്. ലഇല്ലം മീമിനെ ഇൽഹാർ ചെയ്യേണ്ട സ്ഥലങ്ങളാണ് അധികവും. ബഉം മീമുമല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും മീമിന്റെ ശേഷം വരുന്ന അക്ഷരം ബഉം മീമുമല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും മീമിനെ വെളിവാക്കണം. ഫഉം വാവുമാകണമെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് വെളിവാക്കിയിട്ട് പറയണം. ലഇല്ലം തൻതഹു ലനർജുമന്നകും വലയമസ്സന്നകും മിന്നാ ലനർജുമന്നകും ശദ്ദുള്ള നൂനെ മണിക്കണം. ലനർജുമന്നകും നേരത്തെ പറഞ്ഞല്ലോ. വാവും ഫഉമാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മീമ് വാവിലേക്ക് കൂട്ടി യോജിക്കാൻ സാധ്യതയുണ്ട്. ലനർജുമന്നകും വലയമസ്സന്നകും ഒറ്റ മീമിൻ ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൊടുത്തു. മീമിന് ശബ്ദ കൂടി അല്ലെ? കട്ടി കൂടി. വലയമസ്സന്നകും മിന്നാ ഒന്ന് നമ്മൾ ക്ലിയർ ആക്കി കൊണ്ടുവരുമ്പോൾ മറ്റത് വിടാൻ പാടില്ല. വലയമസ്സന്ന അവിടെ ശബ്ദുള്ള നൂനാണ്. അതിനുശേഷം മീമുണ്ട് അല്ലെ? മീമിന് ശബ്ദുണ്ട്, മണിക്കേണ്ട സ്ഥലമാണ്. നൂനും ശബ്ദുള്ള മീമും. അതിനുശേഷം പിന്നെയും ശബ്ദുള്ള നൂനാണ്. മിന്ന കണ്ടില്ലേ? വലയമസ്സന്നകും മിന്നാ അദാബുൻ
അദാബുൻ അലീം അദാബുൻ അലീം. തൻവീൻ വന്നു, തൻവീന് ശേഷം ഹംസ വന്നു, ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കണം. അദാബുൻ അദാബുൻ അലീം. قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون. قالوا طائركم معكم قالوا طائركم ഒറ്റമ്മ മീമിനെ ആദ്യത്തെ മീമിന്റെ ശേഷം മീമ് വന്നാൽ, മീമിന്റെ ശേഷം ബാ വന്നാൽ, ഇത് രണ്ടും ശ്രദ്ധിക്കണം. മീമിന്റെ ശേഷം ബാക്കിയുള്ള അക്ഷരങ്ങൾ മുഴുവൻ വന്നാലും ഇദ്ഹാർ ചെയ്യണം. മീമിന്റെ ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്നയാണ്, കൂട്ടി യോജിപ്പിച്ച് മണിക്കേണ്ട സ്ഥലമാണ്. നേരെ കൂട്ടി യോജിപ്പിക്കുക, മണിക്കുകയും ചെയ്യണം. طائركم معكم معكم അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. معكم قالوا طائركم معكم أئن إخفاء أئن ذكرتم ذكر എന്നല്ല ذكر എന്നല്ല ذكر എന്നല്ല, 3 പ്രാവശ്യം വീണ്ടും വീണ്ടും പറഞ്ഞത് ذكر എന്നല്ല. പലപ്പോഴും ഒരുപക്ഷെ അത് വീണ്ടും വീണ്ടും നമ്മിൽ അറിയാതെ ذكر ذكر എന്ന് പറയാൻ സാധ്യതയുണ്ട്. ذكرتم أئن ذكرتم بل أنتم. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ, വഖഫ് ചെയ്യൽ ജായിസാണ്, അനുവദനീയാണ് അല്ലേ. أئن ذكرتم കഴിഞ്ഞു. വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ സുക്കൂനുള്ള മീമിന്റെ ശേഷം ബ വന്നു, മീമിന്റെ ശേഷം മീമ് വന്നാൽ കൂട്ടി യോജിപ്പിച്ച് മണിക്കേണ്ട സ്ഥലമാണ്. മീമിന്റെ ശേഷം ബ വന്നാൽ മറച്ച് മണിക്കേണ്ട സ്ഥലമാണ്. ആ സ്ഥലമാണിത്. ذكرتم بل أنتم ذكرتم ذكرتم بل أنتم ذكرتم ബൽ എന്നല്ല. അപ്പൊ വെളിവായി, ഒന്ന് വ്യക്തമായി, അങ്ങനെ വ്യക്തമാക്കരുത്. ذكرتم ബൽ എന്നല്ല, ذكرتم ബൽ ഒഴിവാക്കാനും പാടില്ല. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ മറച്ച് മണിക്കുക, ഒഴിവാക്കലും അല്ല വ്യക്തമാക്കലും അല്ല, രണ്ടിന്റെയും ഇടയിൽ. أئن ذكرتم بل أنتم قوم مسرفون. വഖഫ് ചെയ്തു, നൂനിന് സുക്കൂൻ കൊടുത്തു. തൊട്ട മുമ്പുള്ള നീട്ടാനുള്ള വാവാണ് മദ് ആരിദ്. പുതിയൊരു മദ് വരുന്നു, മദ് ആരിദ് രൂപപ്പെടുന്നു. മുസ്രിഫൂൻ ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ. റാഇന് കസ്ർ വന്നു, തർഖീഖ് ചെയ്യണം. മുസ്രി എന്നല്ല, മുസ്രിഫൂൻ. وجاء من أقصى المدينة رجل يسعى وجاء മദ് വന്നു, മദ്ദക്ഷരം അലിഫ് വന്നു. വജാഅ ല്ലേ, ആ എന്നുള്ളത് അതേ വാക്കിലാണ് വന്നത്, മദ് മുത്തസിലാണ്. ചേർന്ന് വന്നതിന് മദ് മുത്തസിൽ, പിരിഞ്ഞു വന്നതിന്, വേർപെട്ട് എന്നതിന് മദ് മുൻഫസിൽ എന്ന് പറയും. വജാഅ മിൻ മിൻ വെളിവാക്കണം, മീന് നൂനിനെ വെളിവാക്കണം. മിൻ കാരണം എന്താണ്, ശേഷമുള്ളത് ഇദ്ഹാറിന്റെ അക്ഷരമായ ഹംസയാണ്. വജാഅ മിൻ അഖ്സൽ മദീനതി റജുൽ, വഖഫ് ചെയ്തു. റജുൽ റജുലുൻ എന്നാണ് വഖഫ് ചെയ്തപ്പോ തൻവീൻ ളമ്മാണ്. തൻവീൻ ഫത്ഹ ആകുമ്പോഴും അതുപോലെ തന്നെ നീട്ടാനുള്ള പദമാകുമ്പോഴും ഈ രണ്ട് സ്ഥലത്തെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ സുക്കൂൻ ചെയ്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ നീട്ടാനുള്ള അക്ഷരമാണ് അവസാനം അല്ലേ. എന്ന് പറഞ്ഞിട്ടാ വഖഫ് ചെയ്യേണ്ടത്. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ കാരണം എന്താ,
അവിടെ നീട്ടാനുള്ള അക്ഷരമല്ല, തൻവീൻ ഫത്ഹുമല്ല. وجاء من أقصى المدينة وجاء من أقصى المدينة رجل يسعى. തൻവീൻ വന്നു, തൻവീന് ശേഷം നൗമി, നൂന്, വാവ്, മീമ്, യാ. തൻവീന് ശേഷമുള്ള അക്ഷരം ഏതാണ്? യാ ആണ്. യാ വന്നാൽ ഇദ്ഗാമും ബിഗുന്ന. റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. ഖാല യാ ഖൗമി يا قوم اتبعوا المرسلين. قال يا قوم. അവിടെ മദ്ദലീന് വരും അല്ലെ? മദ്ദലീന് വരുന്നുണ്ട്. മദ്ദലീന് എന്ന് പറഞ്ഞാൽ എന്താണ്? വഖഫ് ചെയ്യുമ്പോൾ മീമിന് സുക്കൂൻ, അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കുകയും തൊട്ട് മുമ്പുള്ള അക്ഷരം അവിടെ യാ ഓ വാവോ വരികയും അതിന് സുക്കൂൻ ഉണ്ടാവുകയും ചെയ്യുക. സുക്കൂൻ അവിടെ ശരിക്കും കൊടുത്തിട്ടുണ്ടാവും. അതിനാണ് ഇങ്ങനെയുള്ള സ്ഥലം യാ ഖൗം എന്ന് പറഞ്ഞ അസ്സലാത്തു ഖൈറും മിനൻ നൗം. മദ്ലീന് വരുന്നു. മിനൻ നൗമി എന്നാണുള്ളത് അല്ലെ? നൗമി മീമിന് സുക്കൂൻ കൊടുത്തും തൊട്ട് മുമ്പുള്ളത് വാവിന് സുക്കൂനാണ്. മിനൻ നൗം. യാ ഖൗമി ഇത്തബിഉ. വഖഫ് ചെയ്തു. വഖഫ് ചെയ്യുകയാണെങ്കിൽ ഇത്തബിഉ നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. ഇത്തബിഉൽ يا قوم اتبعوا المرسلين. يا قوم اتبعوا المرسلين. നൂനിന് സുക്കൂനെ തൊട്ട് മുമ്പുള്ള യാ ആണ്, നീട്ടാനുള്ള യാ ആണ്. മദ് ആരിൽ വരുന്നു. നമുക്കൊന്നുകൂടി ഓതി നോക്കാം. قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون. قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين. صدق الله العلي العظيم. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ക്ലാസ് കേൾക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ലൈക്ക് ചെയ്യുക, ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിലായിട്ട് നമുക്ക് ഖത്മ് ആരംഭിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ പരമാവധി ക്ലാസ്സുകൾ ആളുകളിലേക്ക് എത്തിച്ച് ഈ ക്ലാസ്സുകൾ എത്തിച്ച് അവരൊക്കെ എന്ത് ചെയ്യുക? എല്ലാവരും സജ്ജമായിട്ട് നമുക്ക് ഓതാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കണം. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ധാരാളം ക്ലാസ്സുകൾ കേൾക്കുന്നവരാണ്. ഈ ക്ലാസ്സും മറ്റുള്ള ക്ലാസ്സുകളൊക്കെ ഓത്ത് പഠിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ നല്ല ആ ഒരു ശുദ്ധ മനസ്സോടുകൂടെ നമ്മളൊക്കെ ഇരിക്കുന്നവരാണ്.
അല്ലാഹു തആല നമുക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ-റഹീമായ റഹ്മാനായ റബ്ബെ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ പൊരുത്തപ്പെട്ട അമലായി നീ ഖബൂലാക്കണേ അല്ലാഹ്. വളരെ റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ മനോഹരമായി കഴിവിന്റെ പരമാവധി നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട്, യുവാക്കളുണ്ട്, ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. എല്ലാവരെയും നീ ഖബൂലാക്കണേ റഹ്മാനെ. പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ട്. വിശുദ്ധ ഖുർആന്റെ ആ ഒരു പാരായണം ചെയ്യതാനുള്ള ഒരു മഹത്വം മനസ്സിലാക്കിയിട്ടാണ് റഹ്മാനായ റബ്ബെ നീ സ്വീകരിക്കണേ റഹ്മാനെ. എല്ലാവരുടെയും ദുആ, ഞങ്ങളെ ഈ ദുആ നീ ഖബൂലാക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബെ, ഞങ്ങൾ ദുആ ചെയ്യുകയാണ്, നീ അതിനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. പഠിക്കാനുള്ള നല്ല ശേഷി നൽകണേ റഹ്മാനെ, നല്ല ഓർമ്മശക്തി, നല്ല ബുദ്ധിശക്തി നൽകണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ അഭിപ്രായങ്ങളൊക്കെ അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പഠിക്കണം എന്ന് മാത്രമല്ല ഹിഫ്ളാക്കണം വരെ എന്ന ഉദ്ദേശത്തോടു കൂടെ നമ്മുടെ ക്ലാസ് കേൾക്കുന്നവരൊക്കെ ഉണ്ട്. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കൊക്കെ അതിനുള്ള എല്ലാ നിലക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഹിഫ്ളും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിഫ്ളാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ അതിനെന്താ മാർഗം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ആ ഒരു നല്ലൊരു മനസ്സാണ് റഹ്മാനെ റബ്ബെ നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾക്കും അതുപോലെയുള്ള നല്ല മനസ്സുകൾ നീ നൽകണ റഹ്മാനെ. ധാരാളം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകണ റഹ്മാനെ. ധാരാളം ഖത്മുകൾ തീർക്കാനുള്ള തൗഫീഖ് നൽകണ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന റമദാൻ ആകുമ്പോഴേക്ക് ഒരു ഖത്മ് തീർക്കുന്ന രൂപത്തിലേക്ക് ആകണം. ഞങ്ങളൊക്കെ അതിനുവേണ്ടി അകമഴിഞ്ഞ് നല്ല ഉദ്ദേശത്തോടു കൂടെ ക്ലാസ് കേൾക്കുകയും ആളുകളിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യണം. അല്ലാഹു തആല എല്ലാം ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ഷെയർ ചെയ്താലും ലൈക്ക് ചെയ്താലും ഒക്കെ നല്ല ഉദ്ദേശത്തോടു കൂടെ ആകുമ്പോൾ അതിനൊക്കെ പ്രതിഫലം ഉണ്ടാകും. ക്ലാസ് എടുക്കുന്ന എന്നെ സംബന്ധിച്ചായാലും കേൾക്കുന്ന നിങ്ങളെ സംബന്ധിച്ചായാലും നല്ല നിയ്യത്തോടു കൂടെ നമ്മളൊക്കെ ഇതിനു വേണ്ടി ഇറങ്ങിയാൽ അല്ലാഹു തആല എല്ലാം അതിനൊക്കെ പ്രതിഫലം നൽകും. നല്ല നിയ്യത്ത് അല്ലാഹു തആല നമുക്കൊക്കെ തെരുമാറാകട്ടെ. റഹ്മാനായ റബ്ബെ നീ സ്വീകരിക്കണേ റഹ്മാനെ. നീ പൊരുത്തപ്പെട്ട അമലായി നീ ഖബൂലാക്കണേ അല്ലാഹ്. നീ പൊരുത്തപ്പെട്ട അമലായി നീ ഖബൂലാക്കണേ റഹ്മാനെ. ഞങ്ങൾ ഓതിയതും പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ഓരോ ഹർഫിനും ധാരാളം ഹസനാത്തുകൾ നീ ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ച് നൽകണേ റഹ്മാനെ. ഈ വിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈ ക്ലാസ് കേട്ടു, ഇതൊക്കെ ഓതി റഹ്മാനെ റബ്ബേ കൂടെ ഓതിയിട്ടുണ്ട്, നീ കേട്ടിട്ടുണ്ട്, എല്ലാം സ്വീകരിച്ച് ഇതിനൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന് നീ എല്ലാ നിലക്കും ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടത് വേണ്ട സമയത്ത് ഖൈറായ സമയത്ത് നീ നൽകണേ റഹ്മാനെ. നീ നൽകണേ റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, ശാരീരിക പ്രയാസങ്ങൾ, രോഗങ്ങൾ, മറ്റുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളും നീ നീക്കി ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ റഹ്മാനെ. നീ സലാമത്ത് നൽകണേ റഹ്മാനെ. നീ സലാമത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കി തരണേ റഹ്മാനെ. മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ ഈമാനോടുകൂടെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് പരിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ റബ്ബേ ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കി തരണേ അല്ലാഹ്. നീ ആഖിബത്തിനെ നന്നാക്കി തരണേ റഹ്മാനെ. മീസാൻ എന്ന തുലാസ് തൂക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ ഓതിയതും കേട്ടതും റഹ്മാനെ റബ്ബേ പറഞ്ഞതുമൊക്കെ ആ മീസാൻ എന്ന തുലാസിൽ വെക്കുന്ന സമയത്ത് വലിയ ഭാരമാക്കണേ റഹ്മാനെ. നന്മയുടെ തുലാസിനെ നീ ഭാരമാക്കണേ റഹ്മാനെ. സിറാത്ത് ഭാരം മിന്നൽ വേഗതയിൽ കടക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. റഹ്മാനെ റബ്ബേ സ്വർഗീയാരാമത്തിന് നിന്റെ മഹത്തുക്കളോടുകൂടെ ബഹുമാനപ്പെട്ട ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നീ നൽകണേ അല്ലാഹ്. നീ സൗഭാഗ്യം നൽകണേ റഹ്മാനെ. അവിടുത്തെ ശറഫാക്കപ്പെട്ട തിരുക്കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള സൗഭാഗ്യം നീ നൽകണേ അല്ലാഹ്. നീ സൗഭാഗ്യം നൽകണേ റഹ്മാനെ. റഹ്മാനെ റബ്ബേ മനാമിലൊന്ന് കാണാൻ ഞങ്ങളെ നേതാവായ കരളിന്റെ കഷ്ണമായ ഹബീബായ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വറാ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ പൂമുഖം ഒന്ന് കാണാനുള്ള സൗഭാഗ്യം നീ നൽകണേ റഹ്മാനെ. റഹ്മാനെ റബ്ബേ അവിടുത്തെ മേൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. പരിശുദ്ധ റബീഉൽ അവ്വൽ ഞങ്ങളിൽ നിന്ന് വിട പറയാൻ പോവുകയാണ്. ഈ മഹത്തായ മാസം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ
പവിത്രമായ മാസം, ശറഫാക്കപ്പെട്ട മാസം, പുണ്യമാക്കപ്പെട്ട മാസം. ഈ മാസം ഞങ്ങളിൽ നിന്ന് ഇവിടെ പറയുമ്പോൾ റഹ്മാനേ റബ്ബേ ഹബീബിന്റെ മേൽ ധാരാളം സ്വലാത്തുകൾ ഞങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബി യാ റസൂലല്ലാഹ് എന്ന സ്വലാത്തും സലാമും ധാരാളം പ്രാവശ്യം പറയാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് സ്വലാത്ത് ചൊല്ലുകയാണ്, സലാം ചൊല്ലിയിട്ടുണ്ട്. റഹ്മാനേ റബ്ബേ നീ സ്വീകരിക്കണം റഹ്മാനെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനും അതിന്റെ കൂടെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട റൗള ശരീഫ് ഒന്ന് സിയാറ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അവിടുത്തെ ചാരത്ത് നിന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബി യാ റസൂലല്ലാഹ് എന്ന ധാരാളം സ്വലാത്തുകളും സലാമുകളും അവിടെ നിന്നുകൊണ്ട് പറയാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. പറഞ്ഞവർക്ക് ഇനിയും പറയാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. പോയവർക്കറിയാം, പോയവർ പറയാറുണ്ട് റഹ്മാനെ റബ്ബേ എന്തെന്നറിയില്ല, ഇനിയും പോകാനുള്ള മനസ്സാണ് ഞങ്ങൾക്കുള്ളത്. നീ അവരിൽ നിന്നൊക്കെ നീ കബൂലാക്കണേ അല്ലാഹ്. പോയവർക്ക് അതിന്റെ മാധുര്യം അറിഞ്ഞിട്ടുണ്ട് റഹ്മാനെ റബ്ബേ. നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. എന്തെന്നില്ലാത്ത ഈമാനിക ആവേശമാണ് നീ നിലനിർത്തണേ അല്ലാഹ്, നീ നിലനിർത്തണേ റഹ്മാനെ. ഈ പരിശുദ്ധ ഖുർആനിന്റെ ക്ലാസുകൾ കേൾക്കുന്നവരാണ്, നീ സ്വീകരിക്കണം റഹ്മാനെ. ഒരുപാട് ജോലി ചെയ്യുന്നവരുണ്ട്, മറ്റുള്ള പ്രയാസങ്ങളുള്ളവരുണ്ട്, എല്ലാവരുടെ പ്രയാസങ്ങൾ നീ നീക്കണം റഹ്മാനെ. ജോലികളിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. ആരോഗ്യത്തിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. കുടുംബത്തിൽ, കുടുംബ ജീവിതത്തിൽ, മക്കളിൽ റഹ്മാനെ റബ്ബെ, മാതാപിതാക്കളിൽ, സഹോദരി സഹോദരന്മാര്, ഭാര്യ ഭർത്താക്കന്മാര് റഹ്മാനെ റബ്ബെ, ഞങ്ങളെ കൂട്ടുകുടുംബക്കാര്, അയൽവാസികൾ എല്ലാവരിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മഈശത്തിൽ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, സ്വദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, മറ്റുള്ള നാടുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. എല്ലാവരുടെയും ജോലികളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ആരോഗ്യത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഐശ്വര്യം നൽകണേ റഹ്മാനെ, റാഹത്ത് നൽകണേ റഹ്മാനെ. എവിടെയായാലും നീ മനസ്സിന് സമാധാനം നൽകണേ റഹ്മാനെ. മനസ്സിന് സമാധാനം കെടുത്തുന്ന ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും നീ ആർക്കും നൽകല്ല റഹ്മാനെ. ഞങ്ങളെ വീട്ടിലുള്ള സഹോദരിമാര്, ഉമ്മമാര്, ഉമ്മാമ്മമാര് റഹ്മാനെ റബ്ബേ മക്കളെ വളർത്തുന്നവരാണ്, തർബിയത്ത് ചെയ്യുന്നവരാണ്. അതിനുള്ള പരിപൂർണ ആഫിയത്ത് നൽകണേ റഹ്മാനെ. എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഉപ്പമാര്, ഉമ്മമാര് റഹ്മാനെ റബ്ബേ, സഹോദരി സഹോദരന്മാര്, ഭാര്യമാര്, ഭർത്താക്കന്മാര്, മക്കള് റഹ്മാനെ റബ്ബേ, കുടുംബക്കാർ, അയൽവാസികൾ, കൂട്ടുകാര്, സഹപ്രവർത്തകര്, ഭക്ഷണം തന്നവർ, സഹായിച്ചവര്, സഹകരിച്ചവര്, ഇങ്ങനെ ഒട്ടനവധി ആളുകൾ ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയിട്ടുണ്ട്. അവിടെ ഖബറിലേക്ക് ഇതിന് മിസ്ല സവാബിന് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഞങ്ങളെ സഹോദരന്മാരായ ഫലസ്തീനിലുള്ള സഹോദരി സഹോദരന്മാരെ, കുട്ടികളുണ്ട്, പ്രായമുള്ളവരുണ്ട് റഹ്മാനെ റബ്ബേ, വലിയ വലിയ പ്രയാസത്തിലാണ് അല്ലാഹ്. അവർക്ക് നീ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്, സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. നീ ഇസ്സത്ത് നീ കൊടുക്കണേ റഹ്മാനെ. പഴയ പ്രതാപം നീ തിരിച്ചു കൊടുക്കണേ അല്ലാഹ്. റഹ്മാനെ റബ്ബേ, ഇന്നും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും തന്നെ കാണാൻ കഴിയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയാണെങ്കിൽ റഹ്മാനെ റബ്ബേ, അവരുടെ പ്രയാസം, അവരുടെ മനസ്സിലുള്ള ഈമാനെ നീ ശക്തിപ്പെടുത്തണേ അല്ലാഹ്. പ്രയാസങ്ങൾ നീ നീക്കണേ റഹ്മാനെ. കുതന്ത്രക്കാരെ നീ അകറ്റണേ റഹ്മാനെ. എല്ലാവിധ ലാലിമീങ്ങളെയും നീ ഇല്ലായ്മ ചെയ്യണേ റഹ്മാനെ. അവർക്ക് നീ നല്ല മനസ്സ് കൊടുത്തുകൊണ്ട് റഹ്മാനെ റബ്ബേ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാഹ്. റഹ്മാനെ റബ്ബേ, ദുആഫായിങ്ങളാണ് റഹ്മാനെ റബ്ബേ, ഈമാൻ കൊണ്ട് ബലമുള്ളവരാണ്. അവർക്ക് നീ ശക്തി കൊടുക്കണേ റഹ്മാനെ. നീ ശക്തി കൊടുക്കണേ റഹ്മാനെ. ക്ഷമിക്കാനുള്ള കഴിവ് കൊടുക്കണേ അല്ലാഹ്. എല്ലാ നിലക്കും നീ അവർക്ക് നീ റാഹത്ത് കൊടുക്കണേ റഹ്മാനെ. നീ റാഹത്ത് കൊടുക്കണേ റഹ്മാനെ. അവരുടെ എല്ലാ കാര്യത്തിലും നീ ഏറ്റെടുക്കണേ റഹ്മാനെ. അവരുടെ
അവരുടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുത്ത് നീ അവർക്ക് നീ സലാമത്ത് നൽകണേ റഹ്മാനേ. റഹ്മാനേ റബ്ബേ, എന്തെല്ലാം അക്രമങ്ങളാണ് അയച്ചുവിടുന്നത്, എന്തിന്റെ പേരിലാണെന്നറിയുമോ? പരിശുദ്ധ ദീനിൽ ഇസ്ലാമിൽ അടിയുറച്ചതിന്റെ പേരിലാണ്. റഹ്മാനേ റബ്ബേ, നിന്റെ ദീനിനെ നീ നിലനിർത്തി കൊടുക്കണം റഹ്മാനേ. അവരെ നീ ഇല്ലായ്മ ചെയ്യില്ല റഹ്മാനേ. അവരെ സൈന്യം വളഞ്ഞിട്ടുണ്ടെന്ന് കേൾക്കുന്നു റഹ്മാനേ റബ്ബേ. എല്ലാ നിലക്കും നീ സലാമത്ത് കൊടുക്കണം റഹ്മാനേ. നീ വിചാരിച്ചാൽ അതൊന്നും നടക്കാത്ത പ്രശ്നമില്ല റഹ്മാനേ റബ്ബേ. നിമിഷ നേരം കൊണ്ട് എല്ലാം തരിപ്പണമാക്കാൻ നിനക്ക് സാധിക്കും റഹ്മാനേ റബ്ബേ. അവർക്ക് നീ ഞങ്ങളെ സഹോദരന്മാരാണ്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ് റഹ്മാനേ റബ്ബേ. ഞങ്ങളെ ഇന്ന് ഈ ലോകത്ത് ഈ നാട്ടിൽ റഹ്മാനേ റബ്ബേ ഒരു പ്രയാസവും ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവരാണ് റഹ്മാനേ റബ്ബേ. അവർക്ക് നീ റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ അവരുടെ നാട്ടിൽ ഇബാദത്ത് ചെയ്യാനും മറ്റുള്ള പ്രവർത്തനങ്ങളുമായി കഴിയുവാനുള്ള എത്രയും പെട്ടെന്നുള്ള സാഹചര്യം നീ ഒരുക്കി കൊടുക്കണേ അല്ലാ. നീ ഒരുക്കി കൊടുക്കണേ അല്ലാ. പരിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് നീ കൊടുക്കണേ അല്ലാ. നിന്നോട് ദുആ ചെയ്യുകയാണ്, നീ ഉത്തരം പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് നീ ആ ഒരു സന്തോഷവാർത്ത ഞങ്ങളെ നീ കേൾപ്പിക്കണം റഹ്മാനേ. ربنا عليك توكلنا وإليك أنبنا وإليك المصير. ربنا عليك توكلنا وإليك أنبنا وإليك المصير. ربنا عليك توكلنا وإليك أنبنا وإليك المصير. اللهم ارحمنا وارحم والدينا وارحم المسلمين. آمين برحمتك يا أرحم الراحمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صلى على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.